ശരിക്കും നമ്മളെ തൃത്താല ഏരിയ ശരിക്കും ആത്മീയ ഗുരുക്കന്മാരെ കൊണ്ട് ചുറ്റപ്പെട്ടൊരു നാടാണ്. പടിഞ്ഞാറ് ഭാഗം കുറച്ചുകൂടി ആത്മീയ സാരഥികളുടെ ഒരു സാന്നിധ്യം നമ്മൾ നന്നായി അനുഭവിക്കുന്ന ഒരു ഏരിയ. പാറക്കൽ മൂപ്പര്, അപ്പുറത്ത് കക്കടിപുരം ഉസ്താദ്, അതുപോലെ നമ്മുടെ കൊക്കൂര് കുഞ്ഞന്ന് ഉസ്താദ്, അങ്ങനെയുള്ള ഒരു നീണ്ടൊരു ആത്മീയ സാരഥികളുടെ നടുവിലാണ് നമ്മുടെ ഈ ദീനി പ്രവർത്തനമൊക്കെ നമ്മളിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഓർമ്മകൾ ശരിക്കും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, ദീനിനു വേണ്ടി. ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ഇറുമ്പശ്ശേരിയാണ്. ഇറുമ്പശ്ശേരി ഇരിക്കുമ്പോൾ നമുക്ക് കേവസ്ഥാനിന് ഒരിക്കലും മറക്കാതിരിക്കാൻ കഴിയില്ല. ശരിക്കും നമ്മളെയൊക്കെ ഒരു ആദർശപരമായ ബോധത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നൊരു വലിയൊരു നായകനായിരുന്നു ഉസ്താദ് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വലിയൊരു വ്യക്തിത്വമായിരുന്നു. സത്യത്തില് കേവിസ്ഥാനെ പറ്റി പറയുമ്പോൾ ജീവിതം മുഴുക്കയും ആദർശത്തിന് വേണ്ടി നിലകൊണ്ട വ്യക്തിത്വമാണെന്ന് ജീവചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ. ഉസ്താദിന്റെ അവസാന വാർദ്ധക്യ സമയത്ത് പോലും ബിദഅത്തുകാർക്കെതിരെ ശക്തമായ പോരാട്ടം നയിച്ച ഒരു മഹൽ വ്യക്തിത്വം. അതായത് ഉസ്താദിന്റെ അവസാന കാലഘട്ടത്തിൽ ബിദഅത്തുകാർക്കെതിരെ മറുപടി പറഞ്ഞത് ഫാത്തിഹ കൊണ്ട് മാത്രമായിരുന്നു മറുപടിയാണ്. നമ്മൾ ആ ചെരുപ്പൂരൊരു പരിപാടി ചെയ്യാൻ ഓർക്കാം. ചെറുക്ക് ബിദഅത്ത് ഭയങ്കര ആഘോഷിച്ച് ചെരുപ്പൂരൊരു പരിപാടിയാണ്. ഉസ്താദിന് മറുപടി പറഞ്ഞത് ഫാത്തിഹ മാത്രം ഓതിയിട്ടാണ്ട് വിശദീകരിച്ചു. അവർക്കൊരു തിരിച്ചൊരു പരിപാടിക്ക് പോലും ഒരു സ്കോപ്പില്ലാതെ മനോഹരമായി മറുപടി പറഞ്ഞു. ശരിക്കും കേവിസ്ഥാൻ എന്നുള്ളൊരു വൈജ്ഞാനിക വ്യക്തിത്വത്തെ നമ്മുടെ ദേശത്തുള്ള ആളുകൾക്ക് വേണ്ടത്ര തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ശരിക്കും ഇ കെ ഹസൻ മുസ്ലിയാര്, വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാര് ഉൾപ്പെടെയുള്ള ആ സുന്നി കേരളത്തിന്റെ ആദർശ കുലപതികളുടെ ഒരു സമശീർഷനായിരുന്നു, സമകാലികനായിരുന്നു എന്ന് മാത്രമല്ല അവർക്കൊപ്പം സംവാദവേദികളിൽ ഈ സുന്നത്ത് ജമാഅത്തിന് വലിയ വെന്നിക്കൊടി പറിച്ച വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളായിരുന്നു. ഇപ്പൊ കോമ്പാറ കെ വി എന്ന് പറഞ്ഞിട്ട് കേവിസ്ഥാനെ കുറിച്ചൊരു വലിയൊരു സ്തുതി വാക്യം തെക്കൻ കേരളത്തിൽ അങ്ങനെ കേട്ടിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഒരു സംവാദം കഴിഞ്ഞ് ബിദഅത്തിനെ നിലംപരിശാക്കി ഉസ്താദിനെ ഏറ്റിക്കൊണ്ടുവരികയാണ്. ആ പ്രദേശത്തായിരുന്നു ഉസ്താദ് അന്ന് സേവനം ചെയ്തത്. തെക്കൻ കേരളത്തിലെ വലിയ പോരാട്ടങ്ങൾക്ക് അത് വേണ്ടത്ര നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മളെ പോലുള്ള പ്രവർത്തകർ വേണ്ടത്ര വായിച്ചിട്ടില്ല എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. 89 എറണാകുളം സമ്മേളനം പ്രധാന ആ പ്രോഗ്രാമിന്റെ അധ്യക്ഷനായി നിന്നത് കേവിസ്ഥാനാണ്. ഉദ്ഘാടന സമ്മേളനത്തിൽ അത് അത്രയും വലിയൊരു അവിടെ ആഴത്തിൽ വേരുള്ള ഒരു പണ്ഡിതനായതുകൊണ്ടാണല്ലോ. 89 പിളർപ്പിലെ സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേദിയിൽ അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ അത്രത്തോളം സുന്നി കേരളത്തിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മുഖമായിരുന്നു കെ ഉസ്താദിൻ്റെത് എന്നുള്ള. ഒന്ന് ചിന്തിച്ചു, നമ്മള് ഇരിക്കുന്നത് ഇറുമ്പശ്ശേരിയാണ്, പരിസരത്താണ് മാത്തായ ഷേഖ് അഞ്ചേറിഞ്ഞ്. ഈ പ്രദേശത്തെ വലിയൊരു ആത്മീയ നേതൃത്വമാണ് മാത്തായ ഷേഖ്. അതേപോലെ നമ്മുടെ വരവൂരിലെ മസ്താൻ പാപ്പ വലിയ ഒരളവിൽ ഈ ഒരു ദേശത്തിന്റെ ഒരു വലിയൊരു വിളക്കുമാടം കൂടിയാണ്. ശരിക്കും ഈ ഒരു ആധ്യാത്മിക നായകരുടെയും വലിയ കഴിഞ്ഞ കാലങ്ങളിലെ പണ്ഡിതന്മാരുടെ തണലിലാണ് സുന്നത്ത് ജമാഅത്തിന്റെ കീഴിൽ ഈ ദേശം ഒതുങ്ങി. അവരുടെ തണലിലാണ് നമ്മൾ മുന്നോട്ട് പോയത്. അത് ഇനിയും ഇവിടെ തുടരണം. ശരിക്ക് ബിദഅത്തിന്റെ സ്വരങ്ങളും മറ്റൊക്കെ ഉയരുന്ന സമയത്ത് പണ്ഡിതന്മാരുടെ പ്രതിരോധങ്ങൾ വളരെ പ്രധാനമായിരുന്നു. അങ്ങനെയാണല്ലോ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പോലും രൂപപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ വലിയ നായകന്മാരായ ഒരുപാട് നേതാക്കളുടെ തണലിൽ ഇന്നും നമ്മൾ സഞ്ചരിക്കുകയാണ്. ആ തണൽ നമുക്ക് ലഭിക്കണം. അതിനാണ് സമസ്ത, അതിനാണ് ഈ ആഘോഷം, അതിനാണ് നാളത്തെ പ്രമേയ സമ്മേളനം. ഇൻഷാ അല്ലാഹ് നമുക്കത് വിജയിപ്പിക്കണം.